ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാ രാവിലെ തന്നെ വീഡിയോസ് എടുക്കണമെന്ന് കുറ്റില്ല, എന്നാൽ എടുക്കാതെ ഇരിക്കണമെന്ന് കുറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും മഴ അങ്ങോട്ട് എടുക്കാമെന്നും കരുതിയിട്ട് അങ്ങനെ അതാ രാവിലെ നീച്ചു ഞാൻ എൻ്റെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കിണിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നെഞ്ഞി നീറിൻ്റെ ഗുളിക കുടിച്ചു കേട്ടോ. അതെനിക്ക് മസ്റ്റാട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഡെലിവറി ടൈം വരെ അതെനിക്ക് വേണം കേട്ടോ. വേറെ ഏതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെനിക്ക് എന്തായാലും വേണം, മസ്റ്റാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നീച്ച് വന്ന സമയത്ത് അതൊക്കെ കുടിച്ചു. പിന്നെ അതാ ചായക്ക് ഇതാ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഇനി തിളക്കുമ്പോഴത്തേന് രാവിലെ എന്താ ചായക്കല്ല എന്താ കടി ഉണ്ടാക്കാതെ കൊടുത്തല്ല, ദോശമാവ് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ദസാൽവട മസാല ദോശ അതുണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറേ ദിവസമായി. നമ്മുടെ പഴയ പെരയിലുണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ പറ്റിയ വീഡിയോസ് തന്നെ ഇട്ടിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഹൈമക്ക് വന്നതുമില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഉഷാറായപ്പോൾ നീയാൾക്ക് നല്ല ഇഷ്ടമാണേനും. അപ്പോൾ പിന്നെ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ തൊലിച്ചു. എന്താ തോനെ സാധനമൊന്നും വേണ്ടല്ലോ, ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മതിയല്ലോ ഒരു പേരിന്. അങ്ങനെ ഇതാ ചായയൊക്കെ തിളച്ച് വയ്ക്ക് പഞ്ചാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാപ്പ രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് വെടുക്കണിൽ വന്ന് കുത്തിരിക്കുക. അപ്പോൾ വാപ്പാക്ക് ചായ ഞാൻ അങ്ങനെ കൊണ്ടുവയ്ക്കും. ഇപ്പോൾ ഞാനാണെങ്കിലും താത്തയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇങ്ങനെ വെക്കും. ആ പാടെ തൃപ്പതി പോലെ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ടോ. അങ്ങനെ ഇതാ ചട്ടി എന്തായാലും അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കടലപ്പരിപ്പില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളതോട്ട് ഞാൻ ഉഴുന്നിൻ്റെ പരിപ്പും പിന്നെ കടുകും പിന്നെ ചെറുതാക്കി കുനുകുനാന്നരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊക്കെ എടുത്തിട്ടാ ഒന്ന് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് മൂപ്പിച്ച് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പം ഞാനിതാ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് സാധനം അധികേറ് ഉണ്ടാക്കുന്ന ടൈമിൽ വീഡിയോയിൽ ഇനിയിപ്പോൾ അധികേറും അങ്ങനെ കണ്ടില്ലെങ്കിലും എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പ് ഞാൻ കുറച്ച് തോനിട്ട് കൊടുക്കും കേട്ടോ. എന്തായാലും ഉള്ളി ഫസ്റ്റ് വാരി കിട്ടും ചെജ്ജും അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇനി അതെന്തായാലും വാടി വഴഞ്ഞിട്ടൊക്കെ വരട്ടെ. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വർത്താനം? ആദ്യത്തെ പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ? ആദ്യത്തെ പോലെ ഒരു വീഡിയോസ് എടുക്കാനൊരു ഗുമ്മില്ലേന് ഞാൻ ഒറ്റക്കും പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും അല്ലേ. മറ്റേത് നമ്മുടെ പഴയ വീട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ വാപ്പിയും ഞങ്ങൾ ഫാമിലി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പാടൊരു വീഡിയോയിൽ പെടുത്താൻ നിന്നാൽ ഒരാൾ ഷർട്ട് ഇട്ടിട്ടുണ്ടാവില്ല, ഒരാൾ ഷാൾ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ മലക്കാണ്. അപ്പോൾ പിന്നെ ഇന്നെ തന്നെ കാണിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കരുതിട്ടോ ഞാൻ. അതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പഴയ പോലെ രസമല്ല, ബോറടിക്കണ്ടോ, ഒന്ന് മാറ്റി പിടിക്കണം, എങ്ങനത്തെ വീഡിയോസ് ഞങ്ങൾ വാണ്ടിച്ചാൽ ഒന്ന് പറയും. എന്നിട്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ആക്കി തരാം കേട്ടോ. എന്തായാലും ലോങ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പിന്നീട് പറ്റണില്ല കേട്ടോ. ഒരു പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറ്റ കുഴങ്ങും, പിന്നെ ഞാൻ എവിടെയെങ്കിലും കിടക്കും കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ചിരകി അപ്പോൾ മസാല റെഡി ആയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ചട്നി ഇറക്കാമെന്ന് കരുതി തേങ്ങയൊക്കെ ചിരകി ഞാൻ ചട്നി അരച്ചു കേട്ടോ. ബട്ട് കറണ്ട് പോയി. അപ്പോൾ പിന്നെ ഞാനത് വീഡിയോസ് എടുക്കാൻ വേണ്ടി നിന്നില്ല. പിന്നെ ഇതാ ദോശമാവ് കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ കുക്കറിലാട്ടോ അധികം കൂട്ടി വെക്കുന്നത്. അപ്പം നല്ല ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് വർക്കാകുമോയെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾക്ക് വർക്കിംഗ് കേട്ടോ. കുക്കറിൽ വെച്ചാൽ നല്ല പൊന്തി വരും. അപ്പോൾ എണ്ണ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് കരുതിട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ പെരയിലുള്ളവരല്ലേ, ഈ ഒരു ടൈമിൽ നല്ല തിരക്കാട്ടോ. നല്ല തിരക്ക് കാരണം വാപ്പാക്ക് പണിക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേന് അപ്പം എടുക്കണം. പിന്നെ നിയ ഫാത്തിമ നീച്ചിട്ടുണ്ടാവും ഒരു 7:15 വരെ കുഴപ്പമുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഷടപടീനെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഫുള്ള് ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് വീഡിയോസ് എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഫസ്റ്റത്തെ അപ്പം വാപ്പാക്ക് പോയിട്ടോ, രണ്ടാമത്തെ അപ്പം നിയമോൾക്കും പോയിട്ടോ. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ പരിപാടി ചെയ്തിട്ടോ. ഞാൻ അതൊക്കെപ്പാടെ വീഡിയോസിന് കിട്ടിയില്ല. പിന്നെ അപ്പത്തിന് എന്നോട് തന്നെ എൻ്റെ വയറ് പറഞ്ഞു, നീ എന്തെങ്കിലും കഴിച്ചിട്ട് മതി ഇനി ബാക്കിയുള്ള പരിപാടി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിച്ചു. പിന്നെ ഞാൻ ലോങ് ആയിട്ട് വീഡിയോസ് എടുത്തില്ല, എത്ര തന്നെ എടുത്തോളും. പിന്നെ നീക്കുട്ടിയും ചായ കുടിച്ചിട്ട് ഇതാ പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.